ഹായ് ഓൾ. ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മുടെ PYQ സെക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയാനായിട്ട് പറ്റിയില്ല. ക്ലാസ് കാണുന്നവർ ദയവേത് നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക കേട്ടോ. PYQs ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ക്ലാസ് മതിയോ? നിങ്ങൾക്ക് എന്താണ് ആവശ്യങ്ങളെന്നൊക്കെ നമ്മൾ ആപ്പ് വഴി RRBക്കാർക്ക് അല്ലെങ്കിൽ SSCക്കാർക്കൊക്കെ സെക്ഷൻസ് കൊടുക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുറച്ച് റെസ്പോൺസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ദയവേത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻ അതിന്റെ റിലേറ്റഡ് ഫാക്ട് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഏത് പോർഷൻസ് ആണ് ഒട്ട് കിട്ടാത്തതെന്ന് നോക്കുക. അതിനകത്ത് നമ്മളിപ്പോ ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റി പോർഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ വേറെ സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് അത് വേറെ വേറെ സെക്ഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇത് GKയുടെ PYQ സെക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ മാത്സിന്റെ PYQs വേറെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതിന്റെ മാക്സിമം ട്രൈ ചെയ്യുക. ആൻസർ ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ഒരു സമയം പോലും വെറുതെ കളയാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് സമയം ഒട്ടും കളയണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മാച്ച് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് കേട്ടോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിന്റെ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ്, ഫോർട്ട് വില്യം കോളേജ്, കൽക്കട്ട മദ്രസ. ഇത്രയാണ് ഒരു സൈഡിലുള്ളത്. റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ്, ലോർഡ് വെല്ലസ്ലി, ജോനാഥൻ ഡങ്കൻ, സർ വില്യം ജോൺസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ വരുന്നേ? നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പറഞ്ഞേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വരുന്നത് ആരാണ്? വില്യം ജോൺസ് ആണ് വരുന്നത് അല്ലെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് സ്ഥാപിക്കുന്നത്? വില്യം ജോൺസ് ആണ്, സർ വില്യം ജോൺസ് ആണ്. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ്, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് ജോനാഥൻ ഡങ്കൻ ആണ് കേട്ടോ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നത് ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. ഓക്കെ. ഫോർട്ട് വില്യം കോളേജ്, ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്ന ആരാണ്? ഫോർട്ട് വില്യം കോളേജ്, ഫോർട്ട് വില്യം കോളേജ് ലോർഡ് വെല്ലസ്ലി ആണ് സ്ഥാപിക്കുന്നത്. ഫോർട്ട് വില്യം കോളേജ്. അതേപോലെ കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് കേട്ടോ. അപ്പോ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ്? സർ വില്യം ജോൺസ്. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് വരുന്നത് നമ്മുടെ ജോനാഥൻ ഡങ്കൻ. ഫോർട്ട് വില്യം കോളേജ് ലോർഡ് വെല്ലസ്ലി. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോ ഓരോ ആൾക്കാരും സ്ഥാപിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ റിനേസൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? ദയാനന്ദ സരസ്വതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതും കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ്? വില്യം ജോൺസ്. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ജോനാഥൻ ഡങ്കൻ. ഫോർട്ട് വില്യം കോളേജ് ആരാണ്? ലോർഡ് വെല്ലസ്ലി. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് 1781 ഓക്കെ. പേർഷ്യനും അറബിക്കും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഭവം സ്ഥാപിക്കുന്നത് ഈ കൽക്കട്ട മദ്രസ ആണ് കേട്ടോ. വാറൻ ഹേസ്റ്റിങ്സ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. പേർഷ്യനും അറബിക്കും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1781 കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത്. അതുപോലെ ജോനാഥൻ ഡങ്കൻ സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹിന്ദു റിലീജിയൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1791 1791 ഏത് സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് ബനാറസ് ജോനാഥൻ ഡങ്കൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിച്ചാർഡ് വെല്ലസ്ലി ആണ്, മറ്റേ ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി ആണ് എന്ത് ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നത് കേട്ടോ. ലോർഡ് വെല്ലസ്ലിനെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. റിച്ചാർഡ് വെല്ലസ്ലി ഉണ്ട്, ആർതർ വെല്ലസ്ലി ഉണ്ട്. അതിനകത്ത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് 1800 എന്ത് ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനിയുടെ ആളുകളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കമ്പനി ഒഫീഷ്യൽസിനെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ എന്താണ് വെർണക്കുലർ ലാംഗ്വേജസ്, അതായത് ഇന്ത്യയുടെ ഓരോരോ ഭാഗങ്ങളിലുള്ള പ്രത്യേക ലാംഗ്വേജസും ഇന്ത്യയുടെ കസ്റ്റംസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർട്ട് വില്യം കോളേജ് 1800 റിച്ചാർഡ് വെല്ലസ്ലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. റിച്ചാർഡ് വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി ആണ് പിന്നീട് വരുന്നത്. ആദ്യം റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ആർതർ വെല്ലസ്ലി ആക്ച്വലി നമുക്കിവിടെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, പഴശ്ശിരാജയെ വധിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ടിപ്പു സുൽത്താനെ വധിക്കുന്നതും ഒക്കെ ആർതർ വെല്ലസ്ലി ആണ്. രണ്ടും കൂടെ തിരിഞ്ഞു പോലും റിച്ചാർഡ് വെല്ലസ്ലി ആണ് നമുക്കിവിടെ എന്താ ഭരിക്കുന്നതിന്റെ കൂട്ടത്തിലുള്ള ഗവർണർ ജനറൽമാരുടെ കൂട്ടത്തിലുള്ളത് റിച്ചാർഡ് വെല്ലസ്ലി ആണ് കേട്ടോ.
അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. 1781 കൽക്കട്ട മദ്രസ, 1791 ബനാറസ് സംസ്കൃത കോളേജ്, 1800 ഫോർട്ട് വില്യം കോളേജ്, അത് റിച്ചാർഡ് വെല്ലസ്ലി. അപ്പൊ ഇത്രയും പേരുടെ പേരും ഈ വർഷങ്ങളും മറക്കാതെ സൂക്ഷിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, 1781 കൽക്കട്ട മദ്രസ, 1791 ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്, അതുപോലെ തന്നെ സിവിൽ സർവൻസിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർട്ട് വില്യം കോളേജ്, റിച്ചാർഡ് വെല്ലസ്ലി 1800 കൊണ്ടുവരുന്നത്. ആർതർ വെല്ലസ്ലി ആണ് ആരെയൊക്കെ കൊല്ലുന്നത്? നമ്മുടെ പഴശ്ശിരാജയെ വധിക്കുന്നത് ആർതർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. അദ്ദേഹമാണ് പഴശ്ശിരാജനെ വധിക്കുന്നതും അതുപോലെ ടിപ്പു സുൽത്താനെ വധിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് ആർതർ വെല്ലസ്ലിയാണ് കേട്ടോ. അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, with reference to Sipahi Mutiny of 1857, on which of the following dates did soldiers at Meerut start their journey to Delhi? അപ്പോൾ 1857 റിവോൾട്ടിനെ പറ്റി നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. ശിപായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 1850, നമ്മൾ എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ വിളിക്കുന്നത് 1857 സിപായി മ്യൂട്ടണിനെയാണ്. അപ്പൊ സിപായി മ്യൂട്ടണി ഓൾറെഡി സോൾജിയേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ് കേട്ടോ. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ മീററ്റിലാണ്. എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ആൻസർ മെയ് 10 മെയ് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. സിപായി മ്യൂട്ടണിയിൽ സോൾജിയേഴ്സ് മീററ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹിയിലേക്കാണ്. ആ എന്താണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 10 1857 മെയ് 10 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് 1857 വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് സിപ്പോയിസിന്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സോൾജിയേഴ്സിന്റെ ഇടയിലാണ്. ബിക്കോസ് അവർക്ക് പന്നിയുടെയും അതുപോലെ പശുവിന്റെയും ഒക്കെ കൊഴുപ്പ് യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണ് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കും അല്ലെ, റൈഫിൾ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കും. അതിൽ നിന്ന് അവർ പ്രതിരോധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആദ്യത്തെ ഇതിന്റെ രക്തസാക്ഷി മാട്രയർ എന്ന് പറയുന്നത് ആരാണ്? മംഗൾ പാണ്ഡെ ആണ് അല്ലെ. മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെനെ തൂക്കിക്കൊല്ലുന്നതിനൊക്കെ ശേഷമാണ് ഇവർ പെട്ടെന്ന് ഇത് മീററ്റിൽ നിന്നും ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ നേരെ പോയിട്ട് ബഹദൂർ ഷാ സെക്കൻഡ് ആണ് അപ്പൊ അവിടെ ഡൽഹിയിലെ എന്താണ് നമ്മുടെ ലേറ്റർ മുഗൾസിലുള്ള ബഹദൂർ ഷാ രണ്ടാമനാണ്, ബഹദൂർ ഷാ സഫർ എന്നൊക്കെ പറയും അല്ലെ. അദ്ദേഹമാണ് അപ്പോൾ ഭരിക്കുമല്ല, ഈ ബ്രിട്ടീഷുകാരുടെ പെൻഷനൊക്കെ മേടിച്ചാട് ഒതുങ്ങിക്കൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അല്ലെ. അദ്ദേഹത്തെ പോയിട്ട് എന്താ ഷെഹൻഷായി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പദവി കൊടുക്കുകയാണ്. ഷെഹൻഷായി ഹിന്ദുസ്ഥാൻ, ഷെഹൻഷായി ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പദവി കൊടുത്തു. ഇദ്ദേഹമാണ് ഇനി എന്ത് ഈ ഹിന്ദുസ്ഥാന്റെ റൂളർ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായിട്ട് വിപ്ലവകാരികൾ പിടിച്ചെടുത്ത സ്ഥലം ഡൽഹിയാണ്. തിരിച്ചു പിടിക്കുന്ന സ്ഥലവും, അതായത് ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിക്കുന്ന സ്ഥലവും ഡൽഹിയാണ്. അദ്ദേഹത്തെ പിന്നീട് എന്താണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടീഷുകാർ ഈ സ്ഥലം ഡൽഹി തിരിച്ചു പിടിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1857 വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത്, അതായത് സോൾജിയേഴ്സ് മീററ്റിൽ നിന്ന് ജേർണി ഡൽഹിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1857 മെയ് 10 കാര്യം ഓർത്തു വെച്ചേക്കുക. ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഡൽഹിയിലേക്ക് ഇവര് യാത്ര ചെയ്ത് ഡൽഹിയിൽ എത്തുമ്പോൾ അവിടുത്തെ ലേറ്റർ മുഗൾസിലെ അവസാന അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇവരെന്താ ഇന്ത്യയുടെ ഭരണാധികാരിയായി അവരോധിക്കുകയാണ് ഡൽഹി പിടിച്ചെടുത്തതിന് ശേഷം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന വ്യക്തിയാണ് ജനറൽ ഭക്ത് ഖാൻ ആരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത്? ഷിപ്പോയിസിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ പിന്നീട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് പിടികൂടുന്നു, റങ്കൂണിലേക്ക് നാട് കടത്തുന്നു. ഇദ്ദേഹത്തിന്റെ കൊച്ചുമക്കളെ അടക്കം ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിനെ റങ്കൂണിലേക്ക് നാട് കടത്തുന്നത് കേട്ടോ. എവിടേക്കാണ് നാട് കടത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1857 റിവോൾട്ട് നമ്മൾ നല്ല വാസ്റ്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വാസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് റിവോൾട്ടിനെ പറ്റി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക, ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who among the following was selected as the Sherpa for India's G20 hosted in 2022-23 ഉള്ള ഇന്ത്യയുടെ ഷെർപ്പ, ഇന്ത്യയുടെ G20 ഷെർപ്പ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഷെർപ്പ ഫോർ ഇന്ത്യസ് G20 എന്നാണ് 2022-23 ഇന്ത്യയിൽ G20 നടക്കുന്നത് അല്ലെ. 2022-23 ഇന്ത്യയിൽ വെച്ച് G20 മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഷെർപ്പ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ഷെർപ്പ എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിന്റെയും പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. G20 പ്രതിനിധി എന്നുള്ള ആ ഒരു വാക്കാണ് ഷെർപ്പ കേട്ടോ.
അപ്പൊ ഇന്ത്യയുടെ ഷെർപ്പ ആരാന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ ഷെർപ്പ ആരാന്ന് ചോദിച്ചാൽ അമിതാഭ് കാന്ത് ആണ്. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അമിതാഭ് കാന്ത് നിതി ആയോഗിന്റെ സിഇഒ ആയിട്ടിരുന്ന വ്യക്തിയാണ് അമിതാഭ് കാന്ത് അല്ലെ. നിതി ആയോഗിന്റെ സിഇഒ അത് ഓർക്കുമ്പോഴാണ് നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒയും അതുപോലെ എന്താണ് വൈസ് ചെയർമാനും തിരിഞ്ഞു പോവാറുണ്ടോ? നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. BVR സുബ്രഹ്മണ്യമാണ്. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. നിതി ആയോഗിന്റെ സിഇഒ BVR സുബ്രഹ്മണ്യവും നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ സുമൻ ബെറിയുമാണ്. സിഇഒ BVR സുബ്രഹ്മണ്യവും വൈസ് ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സുമൻ ബെറിയുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. നിതി ആയോഗുമായിട്ട് റിലേറ്റ് ചെയ്ത്. അമിതാഭ് കാന്ത് പണ്ടത്തെ സിഇഒ ഓഫ് എന്താണ് നമ്മുടെ നിതി ആയോഗ് ആയതുകൊണ്ടാണ് ആ 2 പോയിന്റ് പറഞ്ഞത്. G20 ഇന്ത്യയിലാണ് 2022-23 ഇന്ത്യയിലാണ് G20യുടെ എന്താണ് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയിലാണ് അല്ലെ. അപ്പോ ഈ ഇന്ത്യയിൽ വെച്ച് നടന്ന എന്താണ് 2022-23 മീറ്റിംഗിൽ വെച്ച് നമ്മൾ അംഗത്വം കൊടുക്കാനായിട്ട് ആഫ്രിക്കൻ യൂണിയൻ കേട്ടോ, ആഫ്രിക്കൻ യൂണിയന് അംഗത്വം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ അംഗമായി. പക്ഷേ G21 എന്നൊക്കെ പറയേണ്ടതാണ്. അപ്പോൾ ആഫ്രിക്കൻ യൂണിയനാണ് അംഗത്വം കൊടുത്തത്. G20യിൽ അംഗത്വം കിട്ടുന്ന രണ്ടാമത്തെ എന്താണ് യൂണിയൻ ഓഫ് കൺട്രീസ് ആണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ആണ് ഇന്ത്യയില് വെച്ച് നടത്തിയ G20 മീറ്റിംഗിൽ അംഗത്വം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. G20 ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2022-23 നടന്നത്. അമിതാഭ് കാന്ത് ആയിരുന്നു ഷെർപ്പ എന്ന് പറയുന്നത്. അതിന്റെ മീറ്റിംഗ് പ്ലേസസ് കാര്യങ്ങൾ അത് ഇത് ഒരുപാട് നോട്ടുകൾ G20യുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. G20 ഔട്ട്ഡേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. ബിക്കോസ് ഇന്ത്യയിൽ വെച്ച് അങ്ങനെ സംഭവം നടന്നതുകൊണ്ട് ഇപ്പൊ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൂർവാചൽ ഹിമാലയാസ് ഡസ് നോട്ട് കംപ്രൈസ് ഓഫ്. പൂർവാചൽ ഹിമാലയാസിനകത്ത് ഇല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷനിൽ നാഗ ഹിൽസ് ഉണ്ട്, പീർപഞ്ചൽ റേഞ്ചസ് ഉണ്ട്, മണിപ്പൂർ ഹിൽസ് ഉണ്ട്, മീസോ ഹിൽസ് ഉണ്ട്. അപ്പൊ പൂർവാചൽ ഹിമാലയത്തിനകത്ത് ഇല്ലാത്തത് നാഗ ഹിൽസ്, പീർപഞ്ചൽ റേഞ്ച്, മണിപ്പൂർ ഹിൽസ്, മീസോ ഹിൽസ്. അപ്പോ നിങ്ങൾക്ക് ഏകദേശം നാഗ, മണിപ്പൂർ, മീസോ ഒക്കെ പൂർവാചൽ ഹിമാലയാസിനകത്ത് ഉണ്ടെന്ന് ഓർത്തു വെക്കാം അല്ലെ. പീർപഞ്ചൽ റേഞ്ചസ് ആണ് ഈ പറയുന്ന പൂർവാചൽ ഹിമാലയാസിനകത്ത് ഇല്ലാത്തത്. ഏതാണ്? പീർപഞ്ചൽ റേഞ്ചസ് ആണ്. ഹിമാചലിലാണ് പീർപഞ്ചൽ റേഞ്ചസ് കാണുന്നത് കേട്ടോ. ഹിമാചൽ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കത്ത് നമ്മൾ പഠിക്കില്ലേ, അതിനകത്ത് ഹിമാചലിലാണ് പീർപഞ്ചൽ റേഞ്ചസ് കാണുന്നത്. നിങ്ങൾ ഹിമാലയാസ് പഠിച്ചോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു ഹിമാലയാസ് പഠിക്കണം. നമ്മൾ ഹിമാലയാസ് പഠിക്കുമ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ട്രാൻസ് ഹിമാലയം, ട്രാൻസ് ഹിമാലയ, പിന്നെ ഹിമാലയാസ് പഠിക്കുന്നുണ്ട് അല്ലെ. ട്രാൻസ് ഹിമാലയാസും ഹിമാലയാസും അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ ഹിമാലയാസ് എന്ന് പറയും അല്ലെ. ഈസ്റ്റേൺ ഹിൽസ് എന്ന് ഡിവൈഡ് ചെയ്ത് വേണം പഠിക്കാൻ അല്ലെ. പഠിച്ചായിരുന്നോ? നമ്മൾ ഇതൊക്കെ പറഞ്ഞില്ലേ. നമ്മുടെ ഹിമാലയാസ് നമ്മൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്താണ് നമ്മൾ എന്തിനെ പഠിക്കുന്നത്? ഹിമാലയാസിനെ പഠിക്കുന്നത് അല്ലെ. അതിനകത്ത് ഹിമാചലിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? പീർപഞ്ചൽ റേഞ്ചസ് എന്ന് പറയുന്നത് ഏതിനകത്ത് വരുന്ന? ഹിമാചൽ റേഞ്ചസിനകത്ത് വരുന്നതാണ് അല്ലെ. ലെസർ ഹിമാലയാസ് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. ലെസർ ഹിമാലയാസിനകത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന പീർപഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയ അതുപോലെ ഈസ്റ്റേൺ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന നമ്മുടെ എന്താണ് ഈസ്റ്റേൺ പിന്നെ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ചേർന്ന് വരുന്ന കുന്നുകളാണ് ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഹിൽസ് വരുന്നത് ഇങ്ങനെ അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഈ റീജിയണിലായിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത്. സിക്കിം റേഞ്ചിലും കുറച്ച് ഈസ്റ്റേൺ ഹിൽസ് കാണപ്പെടുന്നുണ്ട്. അപ്പോ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ കാണപ്പെടുന്നത് ആസാമിലാണ്. കണ്ടോ, ഇവിടെയാണ് ആസാമിലാണ് ഖാസി, ഗാരോ, ജയന്തിയ ഇതൊക്കെ ചോദിക്കും കേട്ടോ. ജയന്തിയ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. ആസാമിലാണ് കേട്ടോ. ആസാമല്ല, മേഘാലയയിലാണ് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകളൊക്കെ കാണപ്പെടുന്നത്. വെരി സോറി, മേഘാലയയിലാണ് കാണപ്പെടുന്നത്. ഖാസി, ഗാരോ, ജയന്തിയ ഹിൽസ് ഒക്കെ കാണപ്പെടുന്നത് മേഘാലയയിലാണ് കേട്ടോ. മഹാഭാരത് റേഞ്ചസ് എവിടെയാണ് കാണപ്പെടുന്നത്? സിക്കിമിലാണ് മഹാഭാരത് റേഞ്ചസ് കാണപ്പെടുന്നത്. പൂർവാചൽ റേഞ്ചസ് പിന്നെ വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന എന്താണ് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോം. അതിനകത്ത് മീസോ ഹിൽസ്,
അതുപോലെ നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഏത് പൂർവാചൽ റേഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ. ആ പൂർവാചൽ റേഞ്ചിനകത്ത് നാഗ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മിസോറാം ഹിൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അരുണാചൽ ഹിമാലയയിലാണ് ഏത് അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന കുന്നാണ് അരുണാചൽ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈസ്റ്റേൺ ഹിൽസിനകത്ത് വരുന്നതാണ്. പൂർവാചൽ റേഞ്ചിനകത്താണ് നാഗ കുന്നുകളും മണിപ്പൂർ ഹിൽസും മീസോ ഹിൽസും ഒക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ലുഷായി ഹിൽസ് ഒക്കെ മണിപ്പൂർ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഹിൽസ്, ആ റേഞ്ചസ് ഒക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഹിമാലയൻ റേഞ്ചസ് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. മഹാഭാരത മലനിരകൾ കാണപ്പെടുന്നത് സിക്കിമിലാണ് കേട്ടോ. മഹാഭാരത റേഞ്ചസ് കാണപ്പെടുന്നത് സിക്കിമിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇതാണ് ഏകദേശം ആ ഒരു മൗണ്ടൈൻ റേഞ്ചസ് ഒക്കെ വരുന്നത്. ഈസ്റ്റേൺ ഹിൽസിൽ വരുന്ന മൗണ്ടൈൻ റേഞ്ചസ് വരുന്നത്. അതിനകത്ത് പൂർവാചലിനകത്ത് വരാത്തത്, പൂർവാചൽ ഹിമാലയാസിനകത്ത് വരാത്തത് പീർപഞ്ചൽ റേഞ്ച് ആണ്. പീർപഞ്ചൽ റേഞ്ച് കാണപ്പെടുന്നത് ഹിമാചലിലാണ് കേട്ടോ, ഹിമാചലിൽ. ഓക്കെ, ഹിമാലയത്തിനെ നമ്മള് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Who among the following freedom fighters of India is the author of the book The Indian Struggle എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നേരത്തെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. എഗെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നായിരുന്നു 1931 അദ്ദേഹം രൂപീകരിക്കുന്ന പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ആര് രൂപീകരിച്ചാണ് ചോദിക്കും. അതുപോലെ INCയുടെ ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ആണ്, ഫസ്റ്റ് ഇലക്റ്റഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ് ആണ് സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ്. പിന്നെ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു ആർമിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സംഘടന, INA എന്ന് പറയുന്ന സംഘടന. 1943 മുതൽ INAയുടെ നേതൃത്വ സ്ഥാനത്തുള്ള സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. INAയുടെ നേതൃത്വ സ്ഥാനം സുഭാഷ് ചന്ദ്രബോസിനെ ഏൽപ്പിക്കുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് INAയുടെ നേതൃത്വ സ്ഥാനം സുഭാഷ് ചന്ദ്രബോസിനെ ഏൽപ്പിക്കുന്ന ആരാ? റാഷ് ബിഹാരി ബോസ് ആണ്. ആരാണ് INA എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്? മോഹൻ സിംഗ് ആണ്. മോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് INA രൂപീകരിക്കുന്നത്. INAയുടെ തലപ്പത്ത് അവസാനം നിൽക്കുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സുഭാഷ് ചന്ദ്രബോസ് ആണ് INCയുടെ ആദ്യത്തെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ്. ആരെ തോപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് എലക്റ്റഡ് ആവുന്നത്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യനെ തോപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. അതും കൂടി ഓർത്തു വെച്ചേക്കുക. ലെറ്റേഴ്സ് ടു എമിലി ഷ്രെങ്കൽ. ലെറ്റേഴ്സ് ടു എമിലി ഷ്രെങ്കൽ എന്ന് പറയുന്ന ബുക്ക് ആരെഴുതിയതാണ്? എമിലി ഷ്രെങ്കൽ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതും സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ എന്താ മഹാത്മാഗാന്ധിന്റെ ഒക്കെ ബുക്കുകൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി പറയുന്നില്ല. അപ്പോൾ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടികൾ ഞാൻ പറഞ്ഞു. ഫോർവേഡ് ബ്ലോക്ക് അദ്ദേഹം രൂപീകരിക്കുന്ന പാർട്ടിയാണ്. INCയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ തലപ്പത്ത് 1943 മുതൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ INAയുടെ നേതൃത്വ സ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. എന്നാൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ INA എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്ന നേതൃത്വം കൊടുത്തത് മോഹൻ സിംഗ് ആണ്. അതുപോലെ എന്താ പഠിച്ചേ? സുഭാഷ് ചന്ദ്രബോസ് ആണ് INCയുടെ ആദ്യത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റ്. ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആവുന്ന ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യനെ തോൽപ്പിച്ചുകൊണ്ടാണ്. ലെറ്റേഴ്സ് ടു എമിലി ഷ്രെങ്കൽ എന്ന് പറയുന്ന ബുക്കും ആരെഴുതിയതാണ്? സുഭാഷ് ചന്ദ്രബോസ് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മൾ ഇത്രയും പോയിന്റ്സ് കൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which article of the Constitution of India provides that there shall be a vice president of India? ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആർട്ടിക്കിൾ 61, 63, 65, 62 ഇത്രയാണ് ഓപ്ഷൻ ഉള്ളത്. ആർട്ടിക്കിൾ 61, 63, 65, 62 ഇത്രയാണ് ഓപ്ഷൻ ഉള്ളത്. There shall be a vice president of India എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് കുഞ്ഞുങ്ങളെ? ആർട്ടിക്കിൾ 63 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണമെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ആണ് കേട്ടോ. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ്. ഇംപീച്ച്മെന്റ് ഓഫ്
പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 62 നമ്മുടെ പ്രസിഡന്റിന്റെ ഓഫീസ് വേക്കന്റ് ആവുകയാണെങ്കിൽ 6 മന്തിനകം അവിടെ ഫില്ല് ചെയ്യണം, ഇലക്ഷൻ നടത്തി എങ്ങനെയായാലും അത് ഫില്ല് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 62 എന്ന് പറയുന്നത്. പ്രസിഡന്റിന്റെ ഒഴിവിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കും എന്ന് പറയുന്നത് 65-ലാണ് കേട്ടോ. ആർട്ടിക്കിൾ 65-ലാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നും പറയുന്നുണ്ട് അല്ലെ. ആർട്ടിക്കിൾ 64 എലക്ഷനെ പറ്റിയും പറയുന്നുണ്ട്. 65-ലാണ് എന്ത് പറയുന്നത്, നമ്മുടെ വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 63-ലാണ്. ആർട്ടിക്കിൾ 63-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ആർട്ടിക്കിൾ 62 വരെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 65-ലാണ് പറയുന്നത് എന്താണ്, പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ചുമതലകൾ വഹിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 65. 64-ലാണ് വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 64-ലാണ് കേട്ടോ. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 64-ലാണ്. ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 63-ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണ്. 89-ലും അത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. രാജ്യസഭയുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ആർട്ടിക്കിൾ ആണ് 89, അതിലും പറയുന്നുണ്ട്. അതുപോലെ 64-ലും എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ വൈസ് പ്രസിഡന്റ് ആവണമെന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റിന്റെ ഓത്തിനെ പറ്റി പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ 60-ലാണ് പറയുന്നത് കേട്ടോ. 60ഉം 61 അങ്ങനെ കോഡ് പണ്ട് തൊട്ടേ പറയുന്നതാണ്. ഈ 0 എടുത്തിട്ട് നമ്മൾ ഓത്ത് ഐ എടുക്കുക, 61 ഐ എടുത്തിട്ട് ഇംപീച്ച്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ദീസ് ടു ആർട്ടിക്കിൾസ് ആർ റിലേറ്റഡ് ടു ഏത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. 63-ലാണ് വൈസ് പ്രസിഡന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 64-ലാണ് വൈസ് പ്രസിഡന്റ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയാണെന്ന് പറയുന്നത്. 65-ലാണ് എന്താണ്, പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസ് വൈസ് പ്രസിഡന്റ് എടുക്കണം എന്ന് പറയുന്നത്. 62-ലാണ് പ്രസിഡന്റിന്റെ ഓഫീസ് വേക്കന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇലക്ഷൻ നടത്തി 6 മാസത്തിനകം തന്നെ അത് ഫില്ല് ചെയ്യണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 62-ലാണ്. ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ആർട്ടിക്കിൾസിൽ നിന്ന് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? The 5-year plan focuses mostly on private intervention in the economy. 5-year plans always focused on growth of the tertiary sector. 5-year plan permits long-term intervention by the government in the economy. 5-year plan always stress market-oriented activities. ഇതെല്ലാം എന്താണ്, മോസ്റ്റ്ലി പ്രൈവറ്റ് ഇന്റർവെൻഷൻ ഇൻ ദ എക്കണോമി ആണോ? അല്ല. 5-year പ്ലാൻസ് എക്കണോമിയിൽ എന്താണ്, പ്രൈവറ്റ് ഇന്റർവെൻഷൻസ്, പ്രൈവറ്റ് ഇടപെടലുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അല്ല. അതുപോലെ ടെർഷറി സെക്ടറിന്റെ ഗ്രോത്ത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല. 5-year പ്ലാൻസ് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ എക്കണോമിയിൽ നടത്തുന്നതിന് വേണ്ടി, ലോങ് ടൈം ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ് അല്ലെ. 5-year പ്ലാൻ ആൾവേസ് സ്ട്രെസ് മാർക്കറ്റ് ഓറിയന്റഡ്. അങ്ങനെ മാർക്കറ്റ് ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലേ? അപ്പൊ 5-year പ്ലാൻസ് എന്ന് പറയുന്നത് പെർമിറ്റ്സ് ലോങ് ടൈം ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ് ഇൻ ദ എക്കണോമി. ആ ഓപ്ഷൻ ആണ് ശരിയായിട്ട് വരുന്നത് അല്ലെ. 5-year പ്ലാൻസ് 5-year പ്ലാൻസിന് എന്താണ്, 5-year പ്ലാൻസ് ഇപ്പൊ നിർത്തി വെച്ചേക്കുവാണ് അല്ലെ. ഇപ്പൊ 5-year പ്ലാൻസ് ഇല്ല. അതിന് പകരം നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ആണ് 5-year പ്ലാൻസിനൊക്കെ 5-year പ്ലാൻസ് ഒക്കെ നിർമ്മിക്കുക, അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്തിരുന്നത്. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് അല്ലെ. പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടു. പകരം ഇപ്പൊ ഏതാണ് നമുക്കുള്ളത്? നിതി ആയോഗ് ആണുള്ളത് കേട്ടോ. നിതി ആയോഗിന്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾ പോയി ഒന്ന് നോക്കണം. നിതി ആയോഗിന്റെ കുറച്ച് പ്രൊജക്ടുകളൊക്കെ ഉണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പ്രൊജക്ട് ശൂന്യ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രൊജക്ട് സ്കീംസ് എല്ലാം കൂടി നമുക്ക് പറ്റുന്നെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, സ്കീംസിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോ നിങ്ങൾ എന്താണ്, തൽക്കാലം നിതി ആയോഗ് ആണ് ഇപ്പോൾ ഉള്ളത്. 5-year പ്ലാൻസ് നമുക്കിപ്പോ ഇല്ല. ആകെ നമുക്ക് 12 5-year പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിലും 5-year പ്ലാൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട് നോർമലി. 5-year പ്ലാൻസ് ഏതെങ്കിലും ഒരു 5-year പ്ലാൻസിനെ റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇത് ജനറൽ ആയിട്ടോ നമുക്ക് 5-year പ്ലാൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നോർമലി കേട്ടോ. അപ്പൊ 5-year പ്ലാൻസ് എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. നിതി ആയോഗ് 5-year പ്ലാൻസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 5-year plan permits long-term intervention by the government
ഇൻ ദ എക്കണോമി എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള ഉത്തരവാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ. ഹു വാസ് ദ റവന്യൂ മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ റെജിൻ ഓഫ് അക്ബർ? അക്ബറിന്റെ സമയത്തെ റവന്യൂ മിനിസ്റ്റർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ തോഡർമാൽ ഉണ്ട്, അബ്ദുൾ റഹീം ഉണ്ട്, മുല്ലാദോ പിയാസ ഉണ്ട്, താൻസൻ ഉണ്ട് അല്ലെ. ആരാണ് നമ്മുടെ അക്ബറിന്റെ റീജിയണിലെ റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുന്നത്? ആരാണ്? ഓക്കെ, ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് തോഡർമാൽ ആണ് അല്ലെ, രാജാ തോഡർമാൽ എന്ന് പറയും അല്ലെ. അപ്പോ അക്ബറിന്റെ എറയില് എന്താണ് 9 ജെംസ്, 9 എന്താണ് രത്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അക്ബർ നമ്മൾക്ക് മുഗൾ രാജവംശത്തിലെ ആരുടെ മകനാണ്? ഹുമയൂണിന്റെ പുത്രനാണ് അല്ലെ. ഹുമയൂണിന്റെ പുത്രനാണ് അക്ബർ എന്ന് പറയുന്നത്. ഹുമയൂണിന്റെ പുത്രനാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബർ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിലെത്തിയ മുഗൾ രാജാവാണ് അക്ബർ. 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജാവായിട്ട് സ്ഥാനമേൽക്കുന്നത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ പ്രായത്തില്, അതുപോലെ നിരക്ഷരരായിട്ടുള്ള, പഠിച്ചിട്ടില്ലാത്ത, എഡ്യൂക്കേഷൻ ഇല്ലാത്ത എന്താ രാജാവാണ് അക്ബർ എന്ന് പറയുന്നത് കേട്ടോ. മുഗൾ കിങ് ആണ് അക്ബർ, എഡ്യൂക്കേറ്റഡ് അല്ല അക്ബർ. അതുപോലെ തന്നെ രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് 1556 സെക്കൻഡ് പാനിപ്പട്ട് വാർ, സെക്കൻഡ് പാനിപ്പട്ട് ചോദിക്കും. സെക്കൻഡ് പാനിപ്പട്ട് വാർ നടക്കുന്നത് അക്ബറും ഹേമചന്ദ്ര എന്ന് പറയുന്ന ഹെമു എന്ന് പറയുന്ന രാജാവുമായിട്ടാണ് കേട്ടോ. അക്ബറും ഹെമുവായിട്ടാണ് ഈ പറയുന്ന സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. വിജയിക്കുന്നത് അക്ബറാണ്, ഹേമചന്ദ്രനെ തോൽപ്പിക്കും കേട്ടോ. ഹെമു വിക്രമാദിത്യ എന്ന് പറഞ്ഞ പേര് സ്വീകരിച്ചിട്ടുള്ള ഡൽഹി ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ഹെമു എന്ന് പറയുന്നത്. ഹെമുവിനെ സെക്കൻഡ് പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ 1556 തോൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അധികാരത്തിലെത്തി ആദ്യമായിട്ട് ഒക്കെ ചെയ്യുന്ന യുദ്ധമാണ് ഈ പറയുന്ന സെക്കൻഡ് പാനിപ്പട്ട് വാർ എന്നൊക്കെ പറയുന്നത്. ഓർത്തു വെച്ചേക്കാം. ഫസ്റ്റ് പാനിപ്പട്ട് വാർ വഴിയാണ് മുഗൾ രാജവംശം സ്ഥാപിക്കപ്പെടുന്നത്. ശേഷം സെക്കൻഡ് വരുന്നത് അക്ബറും ഹെമുവും തമ്മിലാണ്. ഇനി അക്ബറിന്റെ മെയിൻ ആയിട്ട് കുറച്ച് മന്ത്രിമാരെ പഠിക്കാം. അബുൾ ഫസലിനെ അറിയാമോ? അക്ബർ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ് അബുൾ ഫസൽ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അക്ബർ നാമ എഴുതിയത് ആരാണെന്ന് ചോദിക്കും. അത് അബുൾ ഫസൽ ആണ്. ഇദ്ദേഹം ചീഫ് അഡ്വൈസർ ഓഫ് നമ്മുടെ അക്ബർ എന്ന് പറയാം. അക്ബറിന്റെ മുഖ്യ ഉപദേശകനാണ് അബുൾ ഫസൽ. അക്ബർ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് അബുൾ ഫസൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ റവന്യൂ മിനിസ്റ്റർ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് തോഡർമാൽ എന്ന് പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അക്ബറിന്റെ രാജാ മാൻസിംഗ് ആണ് ഈ പറയുന്ന സൈനിക തലവൻ എന്ന് പറയുന്നത്. സൈനിക ചുമതലയുള്ള മന്ത്രി രാജാ മാൻസിംഗ് ആണ്. ബീർബൽ ഫോറിൻ മിനിസ്റ്ററും ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളറും കൂടിയാണ് ബീർബല്. അതുപോലെ പോയറ്റ് ആണ്, കവിയാണ് ഫൈസി. ഓക്കെ, ഫൈസിന്റെ പേര് ഓർത്തു വെച്ചേക്കുക. മിനിസ്റ്റർ ഓഫ് കൾച്ചറും അതുപോലെ മ്യൂസീഷ്യനും ഒക്കെയാണ് താൻസൻ. ആരുടെ സദസ്സിലാണ് താൻസൻ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും കേട്ടോ. അക്ബറിന്റെ ആണ്. അതുപോലെ അബ്ദുൾ റഹീം ഖാനി ഖാൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്. അബ്ദുൾ റഹീം ഖാനി ഖാൻ എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്. മുല്ലാദോ പിയാസ ഹോം മിനിസ്റ്റർ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഫക്കീർ ഐസാദുദ്ദീൻ അത് റിലീജിയസ് മിനിസ്റ്റർ ആണ് കേട്ടോ. ഫക്കീർ അസിയാവുദ്ദീൻ അത് റിലീജിയസ് മിനിസ്റ്റർ ആണ്. ഈ പേര് ഓർത്തു വെച്ചേക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക കേട്ടോ. അബുൾ ഫസൽ ആണ് അക്ബർ നാമ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു പേജിനകത്തുണ്ട്. രാജാ തോഡർമാലാണ് ഫിനാൻസ് മിനിസ്റ്റർ. രാജാ മാൻസിംഗ് ആണ് ചീഫ് ഓഫ് അക്ബറിന്റെ ആർമി ചീഫ് എന്ന് പറയുന്നത്. ബീർബൽ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ സദസ്സിലെ മെയിൻ ആയിട്ടുള്ള സ്കോളർ ആണ് ബീർബൽ. ഫൈസി പോയറ്റ് ആണ്. താൻസൻ ചോദിക്കും കേട്ടോ, മിനിസ്റ്റർ ഓഫ് കൾച്ചറും ആണ്, മ്യൂസീഷ്യനും കൂടിയാണ് അദ്ദേഹം. മുല്ലാദോ പിയാസ നമ്മുടെ ഓപ്ഷനിലുണ്ട്, ഹോം മിനിസ്റ്റർ ആണ് കേട്ടോ. മുല്ലാദോ പിയാസ എന്ന് പറയുന്നത് ഹോം മിനിസ്റ്റർ ആണ്. അതുപോലെ അബ്ദുൾ റഹീം ആരാണ്? ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഇത് നമ്മൾ പഠിച്ചല്ലേ, ഇത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഇതാരാണ്? ഹോം മിനിസ്റ്റർ ആണ് അല്ലെ. താൻസൻ മിനിസ്റ്റർ ഓഫ് കൾച്ചറും അതുപോലെ തന്നെ മ്യൂസീഷ്യനും കൂടിയാണ്. കൾച്ചറും അതുപോലെ തന്നെ മ്യൂസീഷ്യനും കൂടിയാണ്. ഓക്കെ, അപ്പൊ അക്ബറിന്റെ സമയത്ത് റവന്യൂ മിനിസ്റ്റർ തോഡർമാൽ, അബ്ദുൾ റഹീം ഡിഫൻസ് മിനിസ്റ്റർ, മുല്ലാദോ പിയാസ ഹോം മിനിസ്റ്റർ, താൻസൻ കൾച്ചർ മിനിസ്റ്റർ, അതിന്റെ കൂടെ മ്യൂസീഷ്യനും കൂടിയാണ്. ഈ പേജ് പഠിച്ചു വെച്ചേക്കണേ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്? വില്ലേജ് പഞ്ചായത്ത് ഓർഗനൈസേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഏതാണ്? ആർട്ടിക്കിൾ 40 ആണ് അല്ലെ. ആർട്ടിക്കിൾ 40 വരുന്നത് DPSPക്കകത്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4 വരുന്നത് അല്ലെ. പാർട്ട് 4 നമുക്ക് ആർട്ടിക്കിൾ 40 വരുന്നത്. പാർട്ട് 4 ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്
സ്റ്റേറ്റ് പോളിസി വരിക ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ്. പാർട്ട് 4-ലാണ് DPSP വരുന്നത്. പാർട്ട് 4-ലാണ്. അതിനകത്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾപ്പെടുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഗാന്ധിയൻ പ്രിൻസിപ്പിളിനകത്ത് വരുന്നതാണ് ഇത് ആർട്ടിക്കിൾ 40. നമ്മൾ DPSP പഠിക്കുമ്പോൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്നും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നും അതുപോലെ ലിബറൽ ഇന്റലക്ച്വൽ എന്നും പറഞ്ഞ് തിരിച്ചാണ് പ്രിൻസിപ്പിൾസ് ഓരോ ആർട്ടിക്കിൾസും പഠിക്കാം, 3ആയിട്ട് തിരിച്ച്. അതിനകത്ത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40 അല്ലെ, ആർട്ടിക്കിൾ 40. അപ്പോ അതിനകത്ത് നിങ്ങൾ ചോദിക്കും യൂണിഫോം സിവിൽ കോഡ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് ചോദിച്ചാൽ 44-ലാണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന DPSP ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44 ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നിയമം പാസാക്കിയ സംസ്ഥാനം ചോദിക്കും. ഗോവ ആൻസർ ആയിട്ട് എഴുതുന്നത്. അത് നിയമം പാസാക്കിയ സംസ്ഥാനമല്ല, നിലവിൽ വന്നപ്പോൾ തൊട്ട് നേരത്തെ അവിടെ പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്നില്ലേ, അവര് കൊണ്ടുവന്ന യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ഫോമാണ് ഗോവയിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ അവിടുത്തെ നിയമസഭ ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല. അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് ആക്ട് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ് ഇതെന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഉത്തരാഖണ്ഡ് ആണ് യൂണിഫോം സിവിൽ കോഡ് നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 44-ലാണ് യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് ജസ്റ്റ് ഇതിനകത്ത് വരുന്നതാണ്, DPSP-ക്കകത്ത് വരുന്നതാണ്. DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. വേറൊരു ക്വസ്റ്റൻ ഉണ്ട്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോർഷനുമായിട്ട് സാദൃശ്യമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പോർഷൻ ഏതാണെന്ന് ചോദിക്കുക. അത് DPSP ആണ് കേട്ടോ. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന പോർഷനുമായിട്ട് സാദൃശ്യമുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം ഏതാന്ന് ചോദിക്കും. അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇതെല്ലാം നമ്മൾ സ്റ്റേറ്റിനോട് പറയുന്നതാണ് അല്ലെ, ഭരിക്കുന്നവരോട് പറയുന്നതാണ്. നിങ്ങൾ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് DPSP-യിൽ പറയുന്നത്. അതിനകത്ത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് വരുന്നത് ആർട്ടിക്കിൾ 40-ലാണ്. തൽക്കാലം നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആയില്ലേ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതും കൂടി നോക്കാം. നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, റെക്കോർഡ് ഒബ്ടൈൻഡ് ബൈ മെഷർമെന്റ് ഓഫ് എർത്ത് കേക്ക്. എർത്ത് കേക്കിന്റെ മെഷർമെന്റ് നടത്തുന്നത് സീസ്മോഗ്രാഫ് ആണോ സീസ്മോഗ്രാം ആണോ എന്നാണ്. സീസ്മോഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന ഒരു റെക്കോർഡ് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സീസ്മോഗ്രാമും ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സീസ്മോഗ്രാഫും ആണ് കേട്ടോ. തിരിഞ്ഞു പോരുത്. ഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ ഇൻസ്ട്രുമെന്റ് ആണോ റെക്കോർഡ് ആണോ തിരിഞ്ഞു പോവും. സീസ്മോഗ്രാം ആണ് ആ ഒരു റെക്കോർഡ്, സീസ്മോഗ്രാഫ് ആണ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഏത് വെച്ചിട്ട് സീസ്മോഗ്രാഫ് വെച്ചിട്ടാണ് നമുക്ക് സീസ്മോഗ്രാം ഔട്ട്പുട്ട് കിട്ടുന്നത്. സീസ്മിക് വേവ് എന്താണ്? എർത്ത് കേക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള വേവ്സ് ആണ് സീസ്മിക് വേവ് എന്ന് പറയുന്നത്. സീസ്മോളജി എന്താണ്? സ്റ്റഡി ഓഫ് എർത്ത് കേക്ക് ആണ് കേട്ടോ. അപ്പൊ ആ വാക്കുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. സീസ്മോഗ്രാം, സീസ്മോഗ്രാഫ്. സീസ്മോഗ്രാം ആണ് നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇനി സീസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എർത്ത് കേക്ക് മെഷർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാമോ? സീസ്മോഗ്രാമും സീസ്മോഗ്രാഫും സീസ്മോളജി, സീസ്മിക് വേവ്, സീസ്മിക് ആ ഒരു വേർഡ് റിലേറ്റഡ് ടു എർത്ത് കേക്ക് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. സീസ്മിക് എന്ന് പറയുന്ന വേർഡ് വിച്ച് ഈസ് റിലേറ്റഡ് ടു എർത്ത് കേക്ക് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അടുത്തൊക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ? ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് 15 ആണ് കേട്ടോ. പാർട്ട് 15-ലാണ് ഇലക്ഷനെ പറ്റി പറയുന്നത്. പാർട്ട് 15. പാർട്ടുകൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ടുകൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 25 പാർട്ടുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, പാർട്ട് 4 നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞല്ലേ, DPSP ആണെന്ന് പറഞ്ഞല്ലേ. പാർട്ട് 3 എന്താണ്? പാർട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. പാർട്ട് 2 എന്താണ്? സിറ്റിസൺഷിപ്പ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുപോലെ പാർട്ട് 1 എന്താണ്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ്. ഇങ്ങനെ 25 പാർട്സോളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് 11-ൽ പറയുന്നത്. പാർട്ട് 11-ൽ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയാണ്. പാർട്ട് 12-ൽ എന്താ പറയുന്നത്? പാർട്ട് 12-ൽ പറയുന്നത് ഫിനാൻസ്, ട്രേഡ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. ഫിനാൻസ്, ട്രേഡ് ഒക്കെയാണ് പാർട്ട് 12-ൽ പറയുന്നത്. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷനെ കുറിച്ചൊക്കെ പറയുന്നത് പാർട്ട് 15 ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക കേട്ടോ. അപ്പോ പാർട്ടുകൾ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാ? പാർട്ട് പഠിക്കുക. പിന്നീട് അതുപോലെ നമ്മുടെ DPSP, അതുപോലെ 51A വരെയുള്ള എല്ലാ ആർട്ടിക്കിളുകളും കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. അതുവരെയുള്ള ഫുൾ ആർട്ടിക്കിളുകളും പഠിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ അക്ബറിന്റെ മന്ത്രിസഭ ഇന്ന് പഠിച്ചു തീർക്കുക.
5-year പ്ലാൻസിൽ ഏതെങ്കിലും 2 ഇന്ന് പഠിച്ചു തീർക്കുക. ആർട്ടിക്കിളുകൾ വൈസ് പ്രസിഡന്റുമായിട്ടും പ്രസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിളുകൾ പഠിച്ചു തീർക്കുക. പിന്നെ ഇന്ത്യൻ സ്ട്രഗിൾ കുറച്ച് ബുക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് കുറച്ചെണ്ണം ഇന്ന് പഠിക്കുക. ഹിമാലയാസിനകത്ത് അറിയാത്ത പോർഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. G20 നോട്ട് അത്യാവശ്യം വേണ്ടുന്ന മാത്രം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. 1857 റിവോൾട്ട് പഠിച്ചു തീർക്കണം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സും. ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയ പോർഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ടും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.